കർത്താവിൽ വാത്സല്യമുള്ളവരെ, നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ 14-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ത്രിയേക ദൈവത്തിൻ്റെ ദൈവത്വ ഗുണലക്ഷണങ്ങളാണ് ഇവിടെ ഈ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവിക തൃത്വം എന്ന് പറയുന്ന പാഠ്യവിഷയം നാം പഠനവിധേയം ആക്കിയിരുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ദൈവതത്വ ഗുണലക്ഷണങ്ങൾ അവ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ നാം സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നു. 8 പ്രത്യേക കാര്യങ്ങളാണ് ഈ ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ 8ഉം ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തെ സംബന്ധിച്ച്, ദൈവിക തൃത്വത്തെ സംബന്ധിച്ച് തിരുവെഴുത്ത് എന്തെല്ലാം പറയുന്നു? 1, ദൈവം നിത്യനാണ്. നമ്മുടെ ത്രിയേക ദൈവം നിത്യനാണെന്ന് വേദവസ്തം പറയുന്നു. സങ്കീർത്തനം 90:2 പുത്രനായ യേശു ക്രിസ്തുവും നിത്യനാണെന്ന് ദൈവവചനം പറയുന്നു. വെളിപ്പാട് 1:18 അതുപോലെ തന്നെ 17. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവവും നിത്യനാണെന്ന് എബ്രായലേഖനം 9:14 നമ്മൾ വായിക്കുന്നു. അപ്പോൾ പിതാവ് നിത്യൻ, പുത്രൻ നിത്യൻ, പരിശുദ്ധാത്മാവായ ദൈവം നിത്യൻ. അടുത്തത്, ദൈവം പിതാവായ ദൈവം സർവശക്തനാണ്. എവിടെയാണ് വായിക്കുന്നത്? 1 പത്രോസ് 1-5 പിതാവായ ദൈവം സർവശക്തനാണ്. അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തു സർവശക്തനാണ്. 2 കൊരിന്ത്യർ 12 അതിൻ്റെ 9 പുത്രനായ യേശു ക്രിസ്തു സർവശക്തനാണ്. പരിശുദ്ധാത്മാവായ ദൈവവും സർവശക്തനാണ്. റോമർ 15:19 പിതാവ് സർവശക്തൻ, പുത്രൻ സർവശക്തൻ, പരിശുദ്ധാത്മാവ് സർവശക്തൻ. അടുത്തതായി, പിതാവ് സർവജ്ഞാനി, പുത്രൻ സർവജ്ഞാനി, പരിശുദ്ധാത്മാവും സർവജ്ഞാനി. എവിടെ എഴുതിയിരിക്കുന്നു? യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 17-10 പിതാവായ ദൈവം സർവജ്ഞാനിയാണ്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അവിടെ വായിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു സർവജ്ഞാനിയാണ്. അവൻ മനുഷ്യരിലെ ഉള്ളത് വ്യക്തമായി അറിയുന്നവനാണ്. അതുപോലെ 1 കൊരിന്ത്യർ 2:11 വായിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവവും സർവജ്ഞാനിയാണ്. 4-മതായി, പിതാവായ ദൈവം സർവവ്യാപിയാണ്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 23:24 അവിടെ വായിക്കുന്നത്, പിതാവായ ദൈവം സർവവ്യാപിയാണ്, എല്ലായിടത്തും ആയിരിക്കാൻ കഴിയുന്നവനാണ്. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലായിടത്തും ആയിരിക്കാൻ കഴിയുന്നവൻ. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മത്തായി 18:20 വായിക്കുന്നു, ഞാൻ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടാവും. പുത്രനായ യേശു ക്രിസ്തു സർവവ്യാപിയാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ 139 സങ്കീർത്തനത്തിന്റെ 7 നിന്റെ തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും എന്ന് ചോദിക്കുമ്പോൾ, കർത്താവിൻ്റെ ആത്മാവ് എല്ലാ സ്ഥലങ്ങളിലും, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ഒരുപോലെയുണ്ട് എന്ന് വായിക്കുന്നു. 5, പിതാവായ ദൈവം വിശുദ്ധനാണ്. വെളിപ്പാട് പുസ്തകം 15:4 അതുപോലെ തന്നെ പുത്രനായ യേശു ക്രിസ്തു വിശുദ്ധനാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം 4 അതുപോലെ തന്നെ 14 അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം വിശുദ്ധനാണ്. ലൂക്കോസ് 1:35 പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവായ ദൈവവും പരിശുദ്ധൻ. അടുത്തത് 6, പിതാവായ ദൈവം സത്യം. എവിടെ എഴുതിയിരിക്കുന്നു? യോഹന്നാൻ 7:28 പിതാവായ ദൈവം സത്യമാണ്. പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സത്യം എന്ന് പറയുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. വെളിപ്പാട് 3:7 പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവവും പരിശുദ്ധൻ, അതുപോലെ തന്നെ സത്യം എന്ന് പറയുന്നു. 1 യോഹന്നാൻ 5:6 സത്യദൈവം നിത്യജീവൻ. അപ്പോൾ പിതാവ് സത്യം, പുത്രൻ സത്യം, പരിശുദ്ധാത്മാവ് സത്യം. 7, പിതാവായ ദൈവം ആർദ്രതയുള്ളവനാകുന്നു. എവിടെയാണ് വായിക്കുന്നത്? റോമാലേഖനം 2:4 അവിടെ വായിക്കുന്നത് പിതാവായ ദൈവം ആർദ്രതയുള്ളവനാണ്. പുത്രനായ യേശു ക്രിസ്തുവും ആർദ്രതയുള്ളവനാണ്. എഫേസ്യർ 5:25 അതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവവും ആർദ്രതയുള്ള ദൈവമാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം 20 ഏറ്റവും ഒടുവിലായി, പിതാവായ ദൈവം കൂട്ടായ്മ ആഗ്രഹിക്കുന്നവനാണ്. എവിടെ നമ്മൾ വായിക്കുന്നു? 1 യോഹന്നാൻ 1:3 പിതാവായ ദൈവം കൂട്ടായ്മയുള്ളവനാണ്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം കൂട്ടായ്മ ഉള്ളവരാണ്. അതുപോലെ പുത്രനായ യേശു ക്രിസ്തുവും കൂട്ടായ്മയുള്ളവനാണ്. 1 യോഹന്നാൻ 1:3 2 കൊരിന്ത്യർ 13:14 പ്രകാരം പരിശുദ്ധാത്മാവായ ദൈവവും കൂട്ടായ്മ ഉള്ളവനാണ്. ചുരുക്കം പറഞ്ഞാൽ, പിതാവ് സർവശക്തൻ, പിതാവ് നിത്യൻ, പുത്രൻ നിത്യൻ, പരിശുദ്ധാത്മാവ് നിത്യൻ,
പിതാവ് സർവശക്തൻ, പുത്രൻ സർവശക്തൻ, പരിശുദ്ധാത്മാവ് സർവശക്തൻ. പിതാവ് സർവജ്ഞാനി, പുത്രൻ സർവജ്ഞാനി, പരിശുദ്ധാത്മാവ് സർവജ്ഞാനി. പിതാവ് സർവവ്യാപി, പുത്രൻ സർവവ്യാപി, പരിശുദ്ധാത്മാവ് സർവവ്യാപി. പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ. പിതാവ് സത്യം, പുത്രൻ സത്യം, പരിശുദ്ധാത്മാവ് സത്യം. പിതാവ് ആർദ്രതയുള്ളവൻ, പുത്രൻ ആർദ്രതയുള്ളവൻ, പരിശുദ്ധാത്മാവും ആർദ്രതയുള്ളവൻ. പിതാവ് കൂട്ടായ്മ ആചരിക്കുന്നവൻ, പുത്രൻ കൂട്ടായ്മ ആചരിക്കുന്നവൻ, പരിശുദ്ധാത്മാവും കൂട്ടായ്മ ആചരിക്കുന്നവൻ. ചുരുക്കത്തിൽ ത്രിയേക ദൈവം അന്യോന്യം ആ നിലയിൽ ദൈവത്വ തൃത്വ ഗുണലക്ഷണങ്ങളുള്ളവനാണെന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുന്നു.